പ്രതിരോധ മന്ത്രാലയത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു രാജ്നാഥ് സിംഗ്. സേനാ മേധാവികളും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പ്രതിരോധ സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു. പി ബസന്ത് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബസന്ത്, ഈ പതിവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ട യോഗങ്ങൾ പോലെയുള്ള വിലയിരുത്തലൊക്കെയാണോ ഇപ്പോൾ നടക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന നിർണായക മീറ്റിംഗുകളുടെ വിശദാംശങ്ങൾ? പ്രതിരോധ മന്ത്രാലയത്തിൽ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേരുന്നത്. സേനാ മേധാവികളും അതോടൊപ്പം തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒരു സുരക്ഷാ വിലയിരുത്തൽ മാത്രമാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിദേശമന്ത്രി എസ് ജയശങ്കറും അല്പസമയം മുമ്പ് സംസാരിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നാളെ വിവിധ രാഷ്ട്രങ്ങളുടെ പ്രതിരോധ അറ്റാഷമാരുമായും ഡിഫൻസ് അറ്റാഷമാരുമായും ഇന്ത്യ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഇവരുമായി പങ്കുവെക്കും. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഷോപ്പിയാനിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 3 ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പുതിയതായി വരുന്ന വിവരം. 4 ഭീകരരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾക്കായി തെരച്ചിൽ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇത് പെഹൽഗാമിലെ ഭീകരരാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്നാലും വലിയ തോതിലുള്ള സൈനിക നടപടികളാണ് ഇപ്പോൾ ആ ഭാഗത്ത് പുരോഗമിക്കുന്നത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ നടക്കുന്നപ്പോഴാണ് ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ പോസ്റ്ററുകൾ കൂടി ഇപ്പോൾ പതിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി. അതിനെക്കുറിച്ച് കൂടി ബസന്ത് പറയും. ബസന്ത്, ഭീകരർക്കെതിരായ പോരാട്ടം തുടരുന്നു. ഈ 4 പേർക്കുള്ള തെരച്ചിൽ, അത് എൻഐയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ്. ഏതെങ്കിലും പുതിയ ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്? പതിച്ചിരിക്കുന്ന ഷോപ്പിയാൻ മേഖലയിൽ ആകമാനം തന്നെ ഈ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. NIA വലിയ തോതിലുള്ള അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി നേരത്തെ NIA തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ടൂറിസ്റ്റുകളോടും അതോടൊപ്പം തദ്ദേശവാസികളോടും ഇക്കാര്യം NIA ആവശ്യപ്പെട്ടിരുന്നതാണ്. 20 ലക്ഷം രൂപയാണ് ഒരാൾക്ക് തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. അതേസമയം NIAയുടെ അന്വേഷണത്തിന് പുറമെ ഈ ഭീകരർക്കായിട്ടുള്ള തെരച്ചിൽ സുരക്ഷാ സേനയും ശക്തമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിലും അതോടൊപ്പം തന്നെ അതിർത്തിയിലും വലിയ തോതിലുള്ള സൈനിക വിന്യാസം, സേനാ വിന്യാസമുള്ള പശ്ചാത്തലത്തിൽ ഇവർ അതിർത്തി കടന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. ഏതായാലും 4 തവണ ഭീകരരുമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി അതായത് പഹൽഗാമിൽ 26 പേരെ കൊന്ന 4 പേരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് സേന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഒരിടത്ത് വലിയ തോതിൽ തന്നെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ രക്ഷപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ത്യയുടെ സൈനിക നടപടിയും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം വന്നത്. അതിനിടെ മറ്റൊരു വിവരം, ഈ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 11 ഭീകരർ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ ആദ്യമായി വ്യക്തമാക്കുന്നുണ്ട്. സൈനികർ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 6 പേർ കരസേനയിൽ നിന്നും 5 പേർ വ്യോമസേനയിലും ഉള്ളവരാണ്. സ്ക്വാഡ്രൺ ലീഡർ അടക്കമുള്ളവരാണ് വ്യോമസേനയിൽ കൊല്ലപ്പെട്ടവർ എന്ന് പാക് സൈന്യം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരുപക്ഷെ തങ്ങളുടെ കൂട്ടത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്ന ഒരു സംഘർഷമാണിത്. മാത്രമല്ല 78 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കാർഗിൽ യുദ്ധസമയത്ത് കാർഗിലിലെ കുന്നുകളിൽ മലകളിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ സൈന്യത്തിനെ അവരുടെ ശവശരീരങ്ങൾ പോലും ഏറ്റെടുക്കാൻ പാകിസ്ഥാൻ സേന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അവസാനം ഇന്ത്യൻ സൈന്യമാണ് എല്ലാ മതാചാരങ്ങളും പാലിച്ച് അവ ആ കാർഗിൽ ഹൈറ്റുകളിൽ അല്ലെങ്കിൽ കാർഗിൽ മലകളിൽ അവ സംസ്കരിച്ചത് എന്നുള്ളത് കൂടി നമുക്ക് ഓർക്കാവുന്നതാണ്. അത് സംബന്ധിച്ചുള്ള ഒരുപാട് വിവരങ്ങളും ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ അന്ന് പുറത്തു വന്നതാണ്. ഇപ്പോൾ ഔദ്യോഗികമായി പാകിസ്ഥാൻ സമ്മതിക്കുന്നു 11 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത്.